ഹലോ ഫ്രണ്ട്സ്, വണ്ടിക്ക് റൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടിരിക്കുന്നത് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു ലിസ്റ്റിൽ വെച്ചിരുന്നൊരു വാഹനമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കൊണ്ടുവരുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഒരു 2.8 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ഇന്ന് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആകാത്തൊരു മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 2016 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2021 വരെ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നൊരു മോഡലാണ് 2.8 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ക്രിസ്റ്റ ഡീസൽ മാനുവലായിട്ട് മാത്രമേ ലഭിക്കത്തുള്ളൂ. കൂടുതലും ടാക്സി പർപ്പസിനൊക്കെയാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ഒന്നൊന്നര മുതലാണ്. കാരണം ഇന്നോവയുടെ ആ തലമുറ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജെൻ ഇന്നോവ വന്ന സമയത്ത് ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ വാഹനത്തിലുള്ളായിരുന്നു. അതും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു. ചെറിയ ചെറിയ ഗ്രില്ലും ബമ്പറിലൊക്കെ വരുന്ന മാറ്റം വെച്ച് തന്നെ 2006 മുതൽ ഇങ്ങോട്ട് 2016 വരെ ഇന്നോവ ഓടിച്ചു. പക്ഷേ ഇന്നോവ ക്രിസ്റ്റ ഉണ്ടാക്കിയൊരു വിപ്ലവം എന്ന് വെച്ചാൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു ഇന്നോവ ക്രിസ്റ്റ. റിയർ വീൽ ഡ്രൈവ് ആണ്, അതേ സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട്, കുറച്ചുകൂടി റിലയബിൾ ആക്കി, കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആക്കി മാറ്റിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ പഴയ ഇന്നോവയ്ക്ക് ഒരു ടാക്സി ലുക്ക് ഉണ്ടെങ്കിൽ ക്രിസ്റ്റയിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള ഒരു രൂപമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി വാഹനമാണ്. ഇപ്പോൾ എൻ്റെ ഡ്രീം കാർ നോക്കുകയാണെങ്കിൽ ഫോർഡ് എൻഡവർ ആണെങ്കിലും എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഒരു വാഹനം കൂടിയാണ് ഇന്നോവ ക്രിസ്റ്റ. അപ്പം അതുപോലൊരു നല്ല ഉഗ്രം വണ്ടി നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പിന്നെ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ 2024 തുടക്കത്തിൽ തന്നെ ഇത്രയും കിടിലൊരു ഒരു വാഹനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. നമ്മുടെ ഫ്രണ്ടിനോടുള്ള നന്ദി ഞാൻ ഈ വീഡിയോ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളിന്ന് വാഹനത്തിൻ്റെ ഡിസൈൻ വൈസൊക്കെ ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ 5-8 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ഒരു ഡിസൈൻ തന്നെയാണ്. ടൈപ്പ് 1 മോഡലാണ് വരുന്നത്. 2021 ഇതിനൊരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു, ടൈപ്പ് 2 ക്രിസ്റ്റ. അതിൽ ഗ്രില്ലും ബമ്പറിലൊക്കെയാണ് പ്രധാനമായിട്ടും മാറ്റമുള്ളത്. നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാഹനമാണ്. ഒരു MPV ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 7 സീറ്റ് ഒരു മൾട്ടിപർപ്പസ് വാഹനത്തിൻ്റെതായ ക്യാരക്ടറുള്ള ഒരു വാഹനമാണ്. ഫ്രണ്ട് പ്രൊഫൈൽ നോക്കാൻ നേരത്ത് അത്യാവശ്യം പവർ ബൾജും കാര്യങ്ങളൊക്കെ വരുന്നൊരു ബോണറ്റ് ഏരിയയാണ് വരുന്നത്. ഒരു 3-4 സ്ലോട്ടുള്ള ഒരു ഗ്രില്ലും കാണാം. ടൊയോട്ടയുടെ ലോഗോ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇതിന് ക്രോം ആക്സറീസും കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇസഡ് ആണ്, ടോപ്പ് വേരിയൻ്റ് ആണ് വരുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലോട്ടൊക്കെ നോക്കുവാണെങ്കിലും 17 ഇഞ്ച് വീല് കാണാം. ഇതിൻ്റെ അലോയുടെ ഡിസൈൻ 2021 മാറിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈപ്പ് 1 ക്രിസ്റ്റയുടെ വരുന്ന അലോയാണ് ആ കാണുന്നത്. പിന്നെ ഈ ഒരു ഇസഡ് ആണെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്രോം മിറർ. ഇത് സെഡിൽ വരുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഒരു ബെൽറ്റ് ക്രോം വാഹനത്തിൻ്റെ ചുറ്റും പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ക്വാർട്ടർ ഗ്ലാസ് പലരും പറയാറുണ്ട് ഇതിൻ്റെ ഒരു അത്ര പ്രപ്പോസൽ കറക്റ്റ് ആയിട്ടില്ലെന്ന്. പക്ഷേ എനിക്ക് ഒട്ടും കുഴപ്പമായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ പഴയ ഇന്നോവ ധാരാളം പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്, പുതിയ ഹൈക്രോസ് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ ഇന്നോവയും ക്രിസ്റ്റയായിട്ട് നമുക്ക് കുറേ സാമ്യങ്ങളൊക്കെ പറയാം. പക്ഷേ പുതിയ ഹൈക്രോസ് ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇത് റിയർ വീൽ ഡ്രൈവ് ആണ് വരുന്നത്, പുതിയ ഹൈക്രോസ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വരുന്നത്. ഇത് ഡീസലാണ്, പുതിയ ഹൈക്രോസ് പെട്രോൾ ആണ്, വിത്ത് ഹൈബ്രിഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ക്യാരക്ടർ ഭയങ്കര വ്യത്യാസമാണ്. ഇതൊരു മാൻലി ഫീലാണ്, ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. പക്ഷേ പുതിയ ഹൈക്രോസ് നോക്കാൻ, ഇന്നോവ ഹൈക്രോസ് നോക്കാൻ നേരത്തെ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കാറിലേക്ക് കംഫർട്ട് കിട്ടുന്നൊരു വാഹനമാണ്. പക്ഷേ ഇത് ആള് വേറെയാണ്. ഇതൊരു ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു മിഷൻ ഓൺ ചെയ്യുന്നൊരു ഫീൽ, ഒരു മാൻലി ഫീലൊക്കെ നമുക്ക് ലഭിക്കും. ആ ഒരു തരിപ്പ് കിട്ടുന്ന ഇത് ഓടിക്കുമ്പോഴാണെന്ന് പറയുന്നത് തികച്ചും സത്യമായിട്ടുള്ള കാര്യമാണ്. പുതിയ ഹൈക്രോസിൽ നമുക്കത് കിട്ടത്തില്ല എന്നുള്ള സത്യസന്ധമായ കാര്യവും ഞാൻ എടുത്തു പറയുവാണ്. ഇപ്പോൾ സൈഡ് പ്രൊഫൈലിലെ കാഴ്ചകൾ കണ്ട് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അത്യാവശ്യം മികച്ച ഗ്ലാസ് ഏരിയ കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്തു പറയാനൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെയുള്ള ഇതിൻ്റെ ഡിസൈൻ വൈസ്. നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നോവ ക്രിസ്റ്റയുടെ റിയർ പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോഴും കാണാം അത്യാവശ്യം ഫ്രണ്ടും ബാക്കും ഒക്കെ കണ്ടപോലെ ആ ഒരു ഡിസൈനോട് മാച്ചായി നിൽക്കുന്ന രീതിയിലുള്ളൊരു പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വാർട്ടർ പാനലിൽ നിന്ന് ആരംഭിക്കുന്ന ബൂട്ടിലോട്ട് കയറി നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് അത് നല്ല ഷാർപ്പായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റായിട്ട് ധാരാളം ടെയിൽ ലാംപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ക്രിസ്റ്റയുടെ പല ടൈപ്പ് നല്ല ഇതിലെ ലുക്കുള്ള സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിട്ട്, കുറച്ചുകൂടി ഭംഗിയുള്ള രീതിയിൽ നമുക്ക് വാഹനം കൊണ്ടു നടക്കാം. പിന്നെ ഇൻബിൽറ്റ് സ്പോയിലർ വരുന്നുണ്ട്, ഷാർഫിൻ ആൻറ്റയാണ് കാണുന്നത്, ആ റൂഫ് റെയിൽ എക്സ്ട്രാ ആണ് വരുന്നത്. പിന്നെ ഡീഫോഗർ, റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നോവ ക്രിസ്റ്റ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നോർമൽ ഇന്നോവയായിട്ട് വന്നു, പിന്നീട് ഇന്നോവ ക്രിസ്റ്റ, പിന്നെ ഇന്നോവ ഹൈക്രോസ്. അങ്ങനെ നമ്മുടെ ജീവിതകാലം മൊത്തം ഒരു ഇന്നോവ കൂടെ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രത്തോളം നാൾ കീപ്പ് ചെയ്യാൻ പറ്റി, അത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് ടൊയോട്ട എപ്പോഴും നിർമ്മിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും, എത്ര കിലോമീറ്റർ വേണമെങ്കിലും നിഷ്പ്രയാസമായിട്ട് ഓടിക്കാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മോസ്റ്റ് റിലയബിൾ കാർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ടൊയോട്ടയുടെ വണ്ടികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ 2.8 ഇസഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ 2.8 എന്നുള്ളത് വികാരം കൊള്ളിക്കുന്ന ഒരു സംഭവമാണ്. കാരണം അതിൻ്റെ ഒരു പവർ എന്ന് വേറെ തന്നെയാണ്. ഏകദേശം 170 PS പവറും 370 എണ്ണം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹൈ ടോർക്ക് ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് ഉള്ളിലിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. തരക്കേടില്ലാത്തൊരു ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് കിട്ടും. 3 റോയും ഉയർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ട്രോളി ബാഗ് ഇരിക്കുന്ന ഒരു സ്പേസേ നമുക്കുള്ളൂ. പിന്നെ വളരെ തോട്ട്ഫുള്ളായിട്ട് ചെയ്തൊരു കാര്യമാണ് ഒരു ഹെഡ് റെസ്റ്റ്
മൂന്നാമതൊരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഹെഡ് റെസ്റ്റ് എടുത്ത് ഇവിടെ വെക്കാം, അതല്ലെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യാനുള്ള പ്ലേസും കമ്പനി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ വളരെ കണ്ടറിഞ്ഞ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഫീച്ചേഴ്സ് കൊണ്ടോ ഈ വാഹനത്തിൻ്റെ ലുക്ക് കൊണ്ടോ ഒന്നും ഹിറ്റായ വാഹനമല്ല, ഇവൻ്റെ എൻജിൻ കൊണ്ട് ഹിറ്റായ ഒരു വാഹനമാണ് ടൊയോട്ട ഇന്നോവ. ഇനി നമുക്ക് ഇന്ത്യയിൽ കയറിയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ടൊയോട്ട ഇന്നോവയുടെ ഇന്ത്യയിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ക്രിസ്റ്റയുടെ നിങ്ങളാരും സൺറൂഫൊന്നും പ്രതീക്ഷിക്കരുത്. ഈ വാഹനത്തിന് കുറേ നാൾ റോൾ കിട്ടിയതാണ്. കാരണം 34 ലക്ഷം രൂപ മുടക്കി വരെ ഇന്നോവ അവസാന സമയത്ത് 2.8 ഇസഡ് എടുത്തവരുണ്ട്. അപ്പോൾ അത്രയും ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ വാഹനത്തിൽ എന്താണ് ഉള്ളതെന്ന് പലർക്കും സംശയമുണ്ട്. കാരണം ഇവൻ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ വേണോ, ഈ ഒരു എഞ്ചിൻ വേണോ, അവർ പൈസ കൊടുക്കണം. അത്രത്തോളം ആവശ്യക്കാരല്ല, കസ്റ്റമേഴ്സ് നിർബന്ധിതരായിരുന്നു ഈ വാഹനത്തിന് വേണ്ടി. കാരണം നമ്മളിങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സിക്കാർ, സിനിമാക്കാർ, അല്ലെങ്കിൽ ബിസിനസ്സുകാർ എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുന്നൊരു വാഹനം ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ്. ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ക്രിസ്റ്റ അവരുടെ കാണും. അപ്പോൾ അതാണ് ക്രിസ്റ്റ്യനെ എടുത്തു പറയാനായിട്ട് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ കയറി നമ്മൾ ഫീച്ചേഴ്സ് ഇത്രയും വലിയ സ്ക്രീനുണ്ട്, ഇത്രയും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ടെന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഈ വാഹനത്തിൻ്റെ യാത്രാസുഖവും കംഫോർട്ട് ഇവൻ്റെ ഒരു എഞ്ചിന്, അതാണ് ക്രിസ്റ്റ എടുത്തു പറയാനായിട്ടുള്ളത്. പിന്നെ ഇത്രയും പേർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നീണ്ട നിരയാണ് ഇതിൻ്റെ യൂസേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മൾ ഇന്ത്യയിലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇസഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രീമിയം ടച്ചൊക്കെ കമ്പനി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വുഡൻ പാനലിങ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടും കുറച്ചൊരു വുഡൻ പാനലിങ്ങും കൂടാതെ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലും നമുക്കിവിടെ കാണാം. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. പിന്നെ എക്കോ മോഡ്, പവർ മോഡ് എന്ന 2 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ അവിടെ കാണാം. പിന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഗിയർ നോബ് നമുക്കിവിടെ കാണാം. പിന്നെ ഓട്ടോ ഡിമിങ് മിറർ പോലും കൊടുത്തിട്ടില്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. ഡാഷ്ബോർഡിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ എടുത്ത് പറയാൻ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ മികച്ചതാണ്. ഇപ്പോൾ കാണുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട് മേളിലും താഴെയായിട്ട്. പിന്നെ ഈ ടാൻ കളർ സീറ്റ് കവർ, അതും ഭയങ്കര ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. ആ ഒരു ലെതർ ടച്ച് ആണെങ്കിലും ആ ഒരു കളർ തീമായാലും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള സ്റ്റോറേജ് സ്പേസും കാണാം. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല കിട്ടില്ലെന്നൊരു മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡയലൊക്കെ കാണാനായിട്ട് അതിഗംഭീരമാണെന്നാണ് തന്നെ പറയേണ്ടത്. പിന്നീട് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, പുഷ്പട്ട സ്റ്റാർട്ടിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാം, ഫോൾഡ് ചെയ്യാം. ഇന്നർ ഹാൻഡ് ഡോർ ഹാൻഡിൽ ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ മീറ്റർ ഡയൽ വരുന്നത്. 2 അനലോഗ് മീറ്ററും നടുക്കൊരു MIDയും കൊടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. AC വെന്റിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിൽ തന്നെ ഗംഭീരമായിട്ട് തന്നെ കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ പറയാനുള്ളത്. നമുക്ക് സെക്കൻഡ് റോയിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ക്രിസ്റ്റയുടെ സെക്കൻഡ് റോയിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത കംഫർട്ട് എന്നാണ് പറയേണ്ടത്. ഒരു വീട്ടിലിരിക്കുന്ന ഫീൽ തന്നെ ലഭിക്കുന്നുണ്ട്. തീരെ താന്നൊരു പ്രൊഫൈലാണ്. ഫ്ലോറൊക്കെ തീരെ താന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള എഫേർട്ടും ഇല്ലാതെ നമുക്ക് ഇന്റീരിയറിലോട്ട് പ്രവേശിക്കാം. ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. 2 ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ഇസഡ് വേരിയന്റിൽ നമുക്ക് 2 ക്യാപ്റ്റൻ സീറ്റായിട്ട് മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. GB എന്ന 2 വേരിയൻസിൽ നമുക്ക് 8 സീറ്റായിട്ട് കൂടി ലഭിക്കും. അപ്പോൾ ഇവിടെ ബെൻ സീറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ ഒരു ട്രേ ടേബിളൊക്കെ നമുക്ക് കാണാം. അവിടെ 10 കിലോ വരെയുള്ള സാധനം നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ, എന്തെങ്കിലും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യാം. ഇവിടെ ആ ഒരു വുഡൻ പാനലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് മുതലാളിമാരുടെ സീറ്റ് എന്ന് പറയാനുള്ളൊരു സീറ്റ്. ഈ സീറ്റിലിരുന്ന് നമുക്ക് കോ ഡ്രൈവർ സീറ്റ് വേണമെങ്കിൽ മുന്നോട്ട് തള്ളിയിട്ട് നമുക്ക് നല്ല വിശാലമായിട്ട് കാലം നീട്ടി വെച്ച് ഈ സീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം, ഒരു ഫ്ലാറ്റ് ബെഡായിട്ട് കിടക്കാം എന്നുള്ള അത്രയും സൗകര്യം വരെ ഇന്നോവ ക്രിസ്റ്റയിലുണ്ടെന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഇവിടെ ആംബിയൻ ലൈറ്റിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഈ ഇസഡ് വേരിയൻ്റെ പ്രത്യേകതയാണ്. ഇവിടെയാണ് നമുക്ക് AC വെൻസ് വരുന്നത്. സൺറൂഫും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷറി ഫീച്ചേഴ്സ് ഇല്ല, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇന്നോവ ക്രിസ്റ്റയിലുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ തേർഡ് റോയും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സെക്കൻഡ് റോ സീറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് റിയർ സീറ്റിലോട്ട് തേർഡ് റോയിലോട്ട് കയറിയിരിക്കുമ്പോൾ കംഫോർട്ട് നമുക്ക് നോക്കാം. ഈ സീറ്റ് അത്യാവശ്യം ബാക്കിലോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. എങ്കിലും നമുക്ക് അത്യാവശ്യം ഇരിക്കാൻ കേട്ടോ. ഒരു ഷോർട്ട് ട്രിപ്പൊക്കെ പോകെങ്കിൽ നമുക്ക് ഇരിക്കാവുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ആണ്, അതുകൊണ്ട് തന്നെ സുഖമായിട്ടിരിക്കാം. ഇപ്പോൾ ഇത് സ്ലാൻഡാനുള്ള ഫംഗ്ഷൻ ഒന്നും ഞാനിവിടെ നോക്കിയിട്ട് കണ്ടില്ല. കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. എങ്കിലും ഒരു ഷോർട്ട് ട്രിപ്പൊക്കെ നമുക്ക് ഇവിടെ നടത്താം. കുട്ടികൾക്ക് പറ്റിയ സീറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെഡ് റെസ്റ്റ് അവിടെ വേണമെങ്കിൽ 3 ഹെഡ് റെസ്റ്റ് വെച്ച് ഉപയോഗിക്കാം. പക്ഷേ സ്പേസിൻ്റെ കാര്യം ഓക്കെയാണ്, കാരണം 3 പേർക്ക് വിശാലമായിട്ടിരിക്കാം. ഇവിടെയും കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്രാംഡ് ആയിട്ടുള്ള ഫീലുണ്ട്. പിന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. SRS എയർ ബാഗാണ് വരുന്നത്. ഇവിടെ ഒരു സ്പ്രിംഗ് ലോഡഡ് ഡോർ ഹാൻഡിൽ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്സ് ഒന്നും ഞാൻ ഇങ്ങോട്ട് കണ്ടില്ല. ഈ സെക്കൻഡ് റോയിൽ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, അത് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ തേർഡ് റോയിനെ പറ്റി പറയാൻ. എങ്കിലും അത്യാവശ്യം ഇരുന്ന് പോകും. നമ്മൾ മറ്റുള്ള തേർഡ് റോ വാഹനങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു പടി മേളിൽ ഇതിന് സ്പേസ് ഉണ്ടോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ഡ്രൈവ്. അപ്പോൾ നമ്മൾ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ ഡീസൽ ഓട്ടോമാറ്റിക് 2.8 ലിറ്റർ വരുന്നത്
ഒരു ഹൈ ടോർക്ക് ഡീസൽ എഞ്ചിൻ, അതും അത്യാവശ്യം നല്ല പവറുള്ള ഏകദേശം 171 PS പവറും 360 തന്നെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈ ടോർക്ക് ഡീസൽ എഞ്ചിൻ. പിന്നെ ടൊയോട്ടയുടെ എഞ്ചിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു രക്ഷയില്ല. അത്രത്തോളം റിഫൈൻഡ് ആയിട്ടുള്ള എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കുറച്ച് നോയ്സി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ആ ക്യാബിലോട്ട് അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവൻ്റെ പവർ എന്ന് പറഞ്ഞാൽ കാലെടുത്ത് കൊടുത്ത വണ്ടി ഒരു പോക്കാണെന്നാണ് പറയേണ്ടത്. ഒരു എഫേർട്ടും ഇല്ലാതെയാണ് വാഹനം ഈസി ആയിട്ട് കയറി വരുന്നത്. പിന്നെ ഇവൻ്റെ യാത്രാസുഖം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, അതുകൊണ്ട് തന്നെ വാഹനം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ഫീല് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. നമ്മുടെ കൈവിട്ട് പോണ ഫീൽ അങ്ങനെയൊന്നുമില്ല. വാഹനം പക്കാ സ്റ്റേബിളാണ്, യാതൊരു തരത്തിലുള്ള ഒരു കൺട്രോൾ ഇല്ലായ്മ നമുക്ക് തോന്നത്തില്ല. പിന്നെ വളരെ ഈസി ആയിട്ട് മാനുവർ ചെയ്യാം. ഇത്രയും വലിയ വാഹനമാണെങ്കിൽ നമുക്ക് ഒരു SUV ഒക്കെ കൊണ്ടു നടക്കുന്ന അതേ ഒരു ഫീലോട് കൂടി തന്നെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു മുതലാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ ഡ്രൈവ് ചെയ്യുന്നത്. പഴയ ഇന്നോവ ധാരാളം പ്രാവശ്യം ഓടിച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്റ്റ ഫസ്റ്റ് ടൈമാണ് ഓടിക്കുന്നത്. അതുമല്ല ഹൈക്രോസ്, ഇപ്പോൾ ഏറ്റവും പുതിയ ഇന്നോവ ഹൈക്രോസും ഞാൻ ഓടിച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്റ്റ ഓടിക്കണമെന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും ഇന്നാണ് സാധിച്ചത്. അതും ഞാൻ കാത്തിരുന്നത് മോഡൽ ഒരു 2.8 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 2.4 ലിറ്റർ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നൊരു ക്രിസ്റ്റയാണ്. പക്ഷേ അതിനേലും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള വളരെ കുറച്ച് കാലം മാത്രം 2016 തൊട്ട് 2021 വരെ മാത്രം ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്ന ഒരു മോഡലാണ് ഈ ഒരു 2.8 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് വെർഷൻ. 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. പക്ഷേ ഞാൻ ഫോർച്യൂണർ ഓടിച്ചപ്പോൾ അതിന് കാര്യമായിട്ടുള്ള രീതിയിലുള്ളൊരു ഈ ഒരു ട്രാൻസ്മിഷൻ്റെ ആ ഒരു എരപ്പ് കാര്യമായിട്ടുള്ള രീതിയിൽ അനുഭവിച്ചെങ്കിലും ക്രിസ്റ്റയുടെ കാര്യത്തിലോട്ട് വരുമ്പം പക്കയായിട്ട് തന്നെ ഈ ഗിയർ നല്ല രീതിക്ക് ട്രാൻസ്മിഷൻ ചേഞ്ച് ആകുന്നുണ്ട്. അധികം RPM ഒന്നും വലുതായിട്ട് ഇറക്കുന്നൊന്നുമില്ല. ഏകദേശം 2000 RPM ഗിയർ മാറി 1500 വന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു മീറ്റർ ഡയലൊക്കെ കാണാൻ തന്നെ ഒരു പ്രീമിയം ടച്ചാണ്, ഒരു പ്രത്യേക ഒരു ഫീലാണ്. പിന്നെ ഹൈക്രോസുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹൈക്രോസ് ഒരു പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു ഹൈബ്രിഡ് വാഹനമാണ്. അപ്പോൾ ഹൈക്രോസിൻ്റെ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ വരെയാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, ഇത് റിയർ വീൽ ഡ്രൈവ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ഒരു മാൻലി ഫീലും ഒരു ഹെവി ഫീലും ഒരു വാഹനം ഫൺ ടു ഡ്രൈവിന് പറ്റിയൊരു വാഹനം ഇതാണ്. ഹൈക്രോസ് കംഫർട്ടബിൾ ആണെങ്കിൽ ഇത് ഫൺ ടു ഡ്രൈവിന് പറ്റിയൊരു വാഹനമാണ്. ഇത്രയും ടോർക്കായിട്ടുള്ള ഒരു എഞ്ചിനും ഇത്രയും PS ഉൽപ്പാദിപ്പിക്കുന്ന 2800 cc എന്ന് പറയുമ്പോൾ അതിനേക്കൊന്ന് ഊഹിക്കാന്നേ ഉള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നോവ ക്രിസ്റ്റയുടെ ഡ്രൈവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വാഹനമാണ് ഈ ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോടുള്ള കുടുംബത്തിനോടുള്ള നന്ദി നമ്മൾ ഈ വീഡിയോ രേഖപ്പെടുത്തുവാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.